ഭക്ഷണം കഴിക്കുകയായിരുന്ന 4 വയസ്സുകാരന്റെ പുറത്തേക്ക് അയൽവാസി മലിനജലമൊഴിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന്റെ സുപ്രധാനമായ ഇടപെടൽ. ഫോക്കസ് വാർത്തയുടെ പശ്ചാത്തലത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത നേമം പോലീസും. ആദ്യമായി ഈ വാർത്ത പുറംലോകത്തെത്തിച്ച ഫോക്കസിന്റെ റിപ്പോർട്ടർ മാർലിവ നമ്മളോടൊപ്പം ചേരുകയാണ്. മാർലിവ, തുടക്കം മുതലേ അതിദാരുണമായ അല്ലെങ്കിൽ ഒട്ടും മനുഷ്യത്വമില്ലാത്തൊരു കേസ് തന്നെയാണിത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 4 വയസ്സുകാരന്റെ മുകളിലേക്കാണ് ഇത്തരത്തിൽ മലിനജലം ഒഴിച്ചത്. ഈ ഒരു സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ വിശദാംശങ്ങൾ? തീർച്ചയായും ജയശങ്കർ പറഞ്ഞതുപോലെ അതിദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് കാക്കാമൂല വാറുവിള വീട്ടിൽ പ്രദീപ് സൂര്യ ദമ്പതികളുടെ 4 വയസ്സുകാരനായ മകന്റെ ശരീരത്തിലേക്കാണ് അയൽവാസിയായ വാറുവിള വീട്ടിൽ ഷാജി ചാണകവും മത്സ്യവും അടങ്ങിയ മലിനജലം ഒഴിച്ചതെന്നുള്ളതാണ് പരാതി. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. എന്നാൽ സംഭവത്തിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നേമം പോലീസ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് സംഭവത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലും ഉണ്ടായിരിക്കുന്നു. നമ്മൾ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് IPC 294B എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പ്രദീപിന്റെ സഹോദരി പുത്രിയായ 11 മാസമുള്ള കുഞ്ഞും പ്രദീപിന്റെ തന്നെ 4 വയസ്സുകാരനായ മകനും വീടിന്റെ വരാന്തയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് അയൽവാസിയായ ഷാജി തികച്ചും അറപ്പുളവാക്കുന്ന മലിനജലം, വീട്ടുകാർ പറയുന്നതനുസരിച്ച് ചാണകവും മാലിന്യവും അതുപോലെ തന്നെ മീൻ വെള്ളവുമൊക്കെ അടങ്ങുന്ന, മത്സ്യം കഴുകിയ വെള്ളവുമൊക്കെ അടങ്ങുന്ന മലിനജലം കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് ശക്തമായി ഒഴിക്കുകയായിരുന്നു എന്നുള്ളതാണ്. കുട്ടികൾ വല്ലാതെ ഭയപ്പെട്ടു എന്ന് മാത്രമല്ല, കുട്ടിയെ ഉടൻ തന്നെ തൊട്ടടുത്ത കല്ലിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പരിശോധനയ്ക്കും കുടുംബം വിധേയമാക്കിയിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നേമം പോലീസ് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ചൈൽഡ് ലൈനിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള പരാതി ഇവർ കുടുംബം കൊടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷനിലും കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് ലൈൻ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. ഡോക്ടർ പറയുന്നത് കുട്ടികൾക്ക് അണുബാധയുണ്ടാകാനുള്ള സാധ്യത കൂടുതലെന്നാണ്. മാത്രമല്ല, ഈ 4 വയസ്സുകാരൻ നമ്മൾ നേരിട്ട് പോയി കണ്ടപ്പോഴും വലിയ രീതിയിൽ പനിയും അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ കുട്ടി SITയിൽ ചികിത്സയ്ക്കായി കുട്ടിയെ ഡോക്ടർ തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് നേമത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ജയശങ്കർ, മാളവ്, എന്തായാലും സമാനമായ നിരവധി സംഭവങ്ങൾ, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്ത കാലത്തായി ഒരുപാട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ രണ്ടാനച്ഛനും അമ്മയും ചേർന്ന ഒരു കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു വാർത്തയും പുറത്തു വന്നു. ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ ബാലാവകാശ കമ്മീഷൻ എന്താണ് പറയുന്നത്? തീർച്ചയായും, അതായത് കേരളത്തിന്റെ ഒരു തുടർച്ചയായ സംഭവങ്ങളായി ഇത്തരത്തിലുള്ള കേസുകൾ, അത് വീട്ടുകാർക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് കുട്ടികളോട് തീർക്കുക. ഇപ്പോൾ അയൽവാസിയാണ്, വീട്ടുകാരോടുള്ള വ്യക്തിവൈരാഗ്യം, കുഞ്ഞുങ്ങളുടെ അതും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്കാണ് ഇത്തരത്തിൽ ചാണകം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ മലിനജലം ഒഴിക്കുന്ന ഒരു ഇതിലേക്ക് വരുന്നത്. മാത്രമല്ല, ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ രണ്ടാനച്ഛൻ, അമ്മ, അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ പ്രണയപ്പകയെല്ലാം കുട്ടികളോടുള്ള ഒരു ക്രൂരതയായി മാറുന്നുണ്ട്. ഇതിന് ഒരു തരത്തിലുമുള്ള മയവും അല്ലെങ്കിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം സാധാരണക്കാരെ പോലെ തന്നെ നമുക്കുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്? പോക്സോ കേസുകൾ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കമുള്ള അത്തരത്തിലുള്ള വകുപ്പുകൾ വരുന്ന കേസുകളൊക്കെ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളായി രൂപപ്പെടുന്നു. ഇവിടെയും നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഇവർ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വകുപ്പുകളിൽ ഒന്നും തന്നെ കുട്ടികളോടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ പോലും ഉള്ളതായി ഞാൻ കാണുന്നില്ല. എന്നോട് നേമം പോലീസ് പങ്കുവച്ച വിവരങ്ങൾ പ്രകാരം എടുത്തിരിക്കുന്ന വകുപ്പുകൾ ഒരു ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അടിയുണ്ടാക്കുക, അത്തരത്തിലുള്ള വകുപ്പുകളും അതുപോലെ തന്നെ ഒരു തെറ്റായ ഏതെങ്കിലും ഡിസീസ് പരത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെയ്തി ഉണ്ടാക്കുക എന്നുള്ള അത്തരത്തിലുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഈ പ്രതിക്കെതിരെ ഇട്ടിരിക്കുന്നത്. പകരം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, അത്തരത്തിലുള്ള ഒരു വകുപ്പും അതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ പ്രതികൾക്ക് നിയമ പരിരക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള FIRകൾ അല്ലെങ്കിൽ ഈ യഥാർത്ഥ പ്രതികളുടെ യഥാർത്ഥമായി അവിടെ എന്താണ് അവർ കാണിച്ചത് അതിനനുസരിച്ചുള്ള പ്രത്യേകമായ നിയമ നടപടികൾ എടുക്കാൻ ആരും തന്നെ മുതിരുന്നില്ല. അഥവാ മുതിർന്നാൽ തന്നെ പെട്ടെന്ന് ജാമ്യത്തിലിറങ്ങി പോകുന്ന കാഴ്ച ഇത് ഒരു തരത്തിലും പ്രതികൾക്ക് ഭയമുളവാക്കുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത്. വളരെ വിഷമകരമായ സാഹചര്യമാണ്. കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ പോലുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന്, അവരുടെ വെൽഫെയറിന് വേണ്ടി നിലനിൽക്കുന്ന സംവിധാനങ്ങൾ കൂടുതൽ ബോധവാന്മാരെ ഇടപെടണം എന്നുള്ളത് തന്നെയാണ് ജയശങ്കർ സാധാരണക്കാരെ പോലെ നമുക്കുമുള്ളൊരു അഭിപ്രായം.
എന്തായാലും മാർലവിയാണ് ഈ ഒരു വിശദാംശങ്ങൾ, കേസിന്റെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും കേരളത്തിൽ ഉടനീളം ഇത്തരത്തിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നേടിക്കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവണതകൾ ആവർത്തിക്കാതിരിക്കൂ എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു കണ്ണിയിലെ അല്ലെങ്കിൽ ഈ ഒരു ശ്രേണിയിലെ അവസാനത്തെ ഒരു കേസായി ഇത് മാറട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെയും പ്രതീക്ഷ.